എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാനായിട്ട് എന്താ കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. ഏട്ടന്റെ എന്താണ് ഓരോ വാക്കിലും നിങ്ങൾ ലയിച്ചിരിക്കാൻ അറിയാം. എനിക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് ആൾക്കാരുണ്ടായിരുന്നില്ല. കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന ഭരതനാട്യ രംഗപ്രവേശം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് അഭിനേതാക്കൾ കൂടിയായ മലയാളികളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറുമായിരുന്നു. ക്രിസിന് പുറമെ ദിവ്യയും വേദിയിൽ സംസാരിച്ചു. ഹരിചന്ദനം നൃത്തവൈഭവം 2025 എന്ന പേരിലാണ് എരുവ ഹരിചന്ദനം ആർട്സ് ആൻഡ് മ്യൂസിക് സെന്റർ ഭരതനാട്യ രംഗപ്രവേശം നടത്തിയത്. ഇതിൽ പങ്കെടുത്ത എല്ലാ നർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ദിവ്യ സംസാരിച്ചത്. ഒപ്പം കുട്ടികൾക്ക് അകമഴിഞ്ഞ ആശംസകളും നേർന്നു. ഇതിനൊപ്പം തന്നെ തന്റെ ചെറുപ്പത്തിൽ തനിക്ക് കലയോട് താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ പക്ഷേ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ ആരുമുണ്ടായിരുന്നില്ല എന്നും നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത കുട്ടികളാണെന്നും നടി കൂട്ടിച്ചേർത്തു. പിന്നെ ഈ ഇന്ന് അരങ്ങേറ്റം കൊടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നേരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കലയെ കൊണ്ടുവരാൻ നിങ്ങളെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങൾ കൂടെയുണ്ട്.